കഴിഞ്ഞ 7 വർഷക്കാലമായി കരുനാഗപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ് സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് ഓൾ കേരള രക്തദാന സേന. 10ഓളം പദ്ധതികളിലൂടെയാണ് ട്രസ്റ്റ് നാളിതുവരെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ചികിത്സാ ധനസഹായം, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കിടപ്പ് രോഗികൾക്ക് വീടുകളിലും മറ്റും എത്തിച്ചു വരുന്ന ഒരു പദ്ധതിയാണ് ഒന്നാമത്തെ പദ്ധതി. രണ്ടാമത്തെ പദ്ധതി സ്നേഹദാന പദ്ധതി വഴിയായി ഭക്ഷ്യധാന്യ കിറ്റുകൾ, അശരണമായവർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി വരുന്ന പദ്ധതിയാണ് സ്നേഹദാനം പദ്ധതി. അതുപോലെ തന്നെ സ്നേഹസ്പർശം പദ്ധതിയിലൂടെ മരുന്നുകൾ, ഡയപ്പറുകൾ, അങ്ങനെ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി വരുന്ന ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. സ്നേഹ പുണ്യ പദ്ധതി വഴിയായി പൊതിച്ചോറ് വിതരണം ആശുപത്രികളിൽ, തെരുവോരങ്ങളിൽ നടത്തി വരുന്നു. അതുപോലെ തന്നെ സ്നേഹവിദ്യാ പദ്ധതിയുടെ ഭാഗമായി തന്നെ പഠന സഹായങ്ങൾ, പഠനോപകരണങ്ങൾ നൽകി വരുന്നു. സ്നേഹവസ്ത്രം പദ്ധതി വഴിയായിട്ട് അഗതി മന്ദിരങ്ങളിലും തിരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ നൽകി വരുന്നു. അതുപോലെ തന്നെ സ്നേഹജീവൻ വഴിയായി കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും ഓൾ കേരള സ്നേഹജീവൻ രക്തദാന സേനയുടെ രക്തദാന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അതുപോലെ തന്നെ വിവാഹ ധനസഹായം, നിർധനരായ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുന്ന പദ്ധതി വഴിയായിട്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ അഗതികൾക്ക് അഭയമരുളുന്ന ഒരു പദ്ധതിയാണ്. ഏകദേശം ഈ 7 വർഷക്കാലമായി 180ഓളം പേരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഗതി മന്ദിരങ്ങളിൽ പാർപ്പിക്കാനായിട്ട് ഈ സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റിന് കഴിഞ്ഞു. ക്യാമ്പുകൾ, സൗജന്യ ഷുഗർ പ്രഷർ ക്യാമ്പുകൾ, അങ്ങനെയുള്ള നിരവധിയായ പദ്ധതികളാണ് ട്രസ്റ്റ് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള വർഷക്കാലം ആരോഗ്യമില്ലാത്തവരെ സഹായിക്കുന്നതിനായി ട്രസ്റ്റിന്റെ സ്വപ്ന പദ്ധതിയായ ഒരു അഗതി മന്ദിരം അല്ലെങ്കിൽ സ്നേഹാലയം തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. വരും നാളുകളിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതിയും ട്രസ്റ്റ് ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം നടത്താനായിട്ട് മറ്റ് ഒരു സഹായവും ലഭിക്കാത്ത പാവപ്പെട്ട പെൺകുട്ടികളെ സമൂഹ വിവാഹം നടത്തി അവരെ മറ്റ് സുരക്ഷിതമായ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ട്രസ്റ്റ് നടപ്പിലാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കറിയാം, ലഹരിക്കെതിരെ കേരളത്തിന്റെ രക്തദാന സേന വഴി കേരളത്തിന്റെ 14 ജില്ലകളിലും ലഹരിക്കെതിരെ പണപൊരുതുവാനായിട്ട് വിവിധ പദ്ധതികൾ സർക്കാരുമായി ചേർന്ന് തന്നെ, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുമായി ചേർന്ന്, നഗരസഭകളുമായി ചേർന്ന് ആലോചിച്ച് വിവിധ ഇനം പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ട്രസ്റ്റ് ആലോചിക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് കരുനാഗപ്പള്ളി റോട്ടറി ക്ലബിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം പാർലമെന്റ് അംഗം ശ്രീ NK പ്രേമചന്ദ്രൻ പ്രസ്തുത പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. അതുപോലെ തന്നെ സന്നദ്ധ ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വിശിഷ്ടമായ സേവനം ചെയ്തു വരുന്ന വ്യക്തികൾക്കുള്ള സ്നേഹാദരവും ബഹുമാനപ്പെട്ട ശ്രീ NK പ്രേമചന്ദ്രൻ MP നിർവഹിക്കും. ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി MLA ശ്രീ CR മഹേഷ് മുഖ്യ പ്രഭാഷണം നടത്തുകയും നിരവധിയായ രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകുകയും ചെയ്യുന്നു. ഈ ഓണനാളില് ഞങ്ങൾ ഓണ കിറ്റുകൾ നൽകുകയാണ്. 100ഓളം പേർക്ക് ഓണ കിറ്റുകൾ നൽകുന്ന ഒരു പദ്ധതി കൂടി ആവിഷ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K മോഹനൻ അവർ ഓണ കിറ്റിന്റെ വിതരണം നടത്തും. അതുപോലെ തന്നെ ഓണപ്പുടവ മുതിർന്ന അച്ഛനമ്മമാർക്ക്, അതും 100ഓളം പേർക്ക് ഓണപ്പുടവ, ഓണക്കോടി ഈ വാർഷികത്തിലൂടെ നൽകുന്നു. അതിന്റെ ഉദ്ഘാടന കർമ്മം, വിതരണ കർമ്മം ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ നജീബ് മണ്ണയിലും നിർവഹിക്കും. ബഹുമാനപ്പെട്ട തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ജയപ്രകാശ്, ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബീന ജോൺസൺ, കൗൺസിലർമാരായ ശ്രീമതി ശ്രീവിദ്യ, ശ്രീ G രാജേഷ്, ശ്രീമതി സുധാകുമാരി അമ്മ, ശ്രീ സലാഹ് അബ്ദുള്ള, അതുപോലെ തന്നെ ഡോക്ടർ ശ്രീ K പരമേശ്വരൻ പിള്ള, റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ R മനോജ്, സെക്രട്ടറി ശ്രീ രാജീവ് ഈസ്റ്റ് ഇന്ത്യ തുടങ്ങിയവർ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് 7ാമത് വാർഷികത്തിന്റെ ഭാഗമായി 150ഓളം പേർക്കാണ് സഹായങ്ങൾ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അർഹരായവരെ തന്നെയാണ് ട്രസ്റ്റ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും സഹായങ്ങൾ കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി തന്നെ ഏകദേശം 20ഓളം പേർക്കുള്ള ഓണങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട കൺവീനർ ശ്രീ ശിവകുമാരായത്തോട് സംസാരിക്കും. ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ ഓണത്തിന് ഏകദേശം 10ഓളം പേരെ തെരുവോരങ്ങളിൽ നിന്ന് കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന
അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവരെ ഭക്ഷണവും കൊടുത്ത് സന്തോഷത്തോടെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇത്തവണയും നമുക്ക് അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത്തവണയും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങുകളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്.